ഓക്കെ ഗേസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിമില്ലേ, ഈ ഗെയിമിൽ അങ്ങനെ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നേക്കാണ് കേട്ടാ. ഞാൻ പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇതേപോലത്തെ ഒരു വീഡിയോ ചെയ്യണേ. ഈ അപ്ഡേറ്റിലപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നെന്ന് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ സെറ്റിങ്സ് ഓപ്പൺ ആക്കാം. സെറ്റിങ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഈ മോഡ് സ്ലോട്ട്സ് ഇല്ലേ, മോഡ് സ്ലോട്ട്സ് അത് 70 എണ്ണം ആക്കിയിട്ടുണ്ട്. മുന്നേ ഇത് ഒരു 50 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് 70 എണ്ണം ആക്കി. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഗെയിം അങ്ങനെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നിങ്ങൾക്കിപ്പോൾ ചെറിയൊരു മാറ്റം കാണാൻ പറ്റും. മുന്നേ ഈ ഭാഗത്തെ ഒരു ഫോർച്യൂണറായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ ആ ഫോർച്യൂണർ എടുത്ത് മാറ്റി പകരം ഇവിടെ ഡിഫൻഡർ വെച്ചു. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇത്രയും കാലം നമ്മൾ ഫോർച്യൂണറാണ് ഓടിച്ചേ, ഇനിയിപ്പോൾ നമുക്ക് ഡിഫൻഡർ ഓടിക്കാം. പിന്നെ ഈ ഗെയിമിലില്ലേ ഒരു പുതിയ വണ്ടി വന്നേക്കാണ് കേട്ടാ. അതാണ് താർ റോക്സ്. ഈ താറിൻ്റെ 5 ഡോർ അല്ലേ, അതന്നെ. അതിൻ്റെ ചീറ്റ് കോഡ് ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുൻപ് ഈ വീഡിയോ ഇതൊരിക്കും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുമാത്രമല്ല, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. ഇനി മുതൽ ഈ ചാനലിലെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിംസിൻ്റെ സ്റ്റോറി വീഡിയോസ് ഉണ്ടാവും. കുറേ ദിവസമായി സ്റ്റോറി വീഡിയോസ് ചെയ്തിട്ട്. ഇനി മുതൽ പഴയ പോലെ വീഡിയോസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇനിയിപ്പോൾ താർ റോക്സില്ലേ, അതിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. അതിനു മുൻപേ നമുക്ക് പഴയ താർ സ്പോൺ ചെയ്യാം. 9090 അടിച്ചാൽ നമ്മുടെ മോഡിഫൈഡ് താർ സ്പോൺ ആവും. ഇനിയിപ്പോൾ 9191 അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്കായ താറ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയണതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചോളൂ. ഇനി താർ റോക്സ്, അതിൻ്റെ ചീറ്റ് കോഡാണ് 9991. ഈ ചീറ്റ് കോഡ് അടിച്ചു കഴിഞ്ഞാൽ താർ റോക്സ് സ്പോൺ ആവും. ഇത് കണ്ടില്ലേ, 3 താറ് ഒരൊറ്റ ഫ്രെയിമിൽ. സംഭവം ഏതായാലും നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഈ വണ്ടിയിൽ ഒരു സൺറൂഫൊക്കെ ഉണ്ട്, അതും പെനോറോമിക് സൺറൂഫ്. ഇനിയിപ്പോൾ ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം ഇതേപോലെ ഉണ്ടാവും. നൈസായിട്ടുണ്ട്, ഒരു ടച്ച് സ്ക്രീനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഗെയിമിൽ ക്ലൈമറ്റൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അതിൻ്റെ ചീറ്റ് കോഡ്സും കൂടിയും പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫോഗിൻ്റെ ചീറ്റ് കോഡ് പറഞ്ഞുതരാം. ഫോഗിൻ്റെ ചീറ്റ് കോഡ് 99. നിങ്ങളപ്പോൾ ഇതായിരിക്കും വിചാരിക്കേണ്ടാവുക, ഇതാ മറ്റേ നൈറ്റ് മോഡിൻ്റെ ചീറ്റ് കോഡല്ലേന്ന്. അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ഗെയിമിൻ്റെ ക്ലൈമറ്റില്ലേ, ക്ലൈമറ്റ് മൊത്തത്തിൽ മാറിയേക്കാണ് കേട്ടോ. നമ്മളിപ്പോൾ വീണ്ടും 99 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ മഴ പെയ്യും. ഇതേ കണ്ടില്ലേ, മഴ മാത്രമല്ല ഇടിയും വെട്ടും. അതും ഏതായാലും നൈസായിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും 99 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ രാത്രിയാവും. നൈറ്റ് മോഡിന് വേറെ ചീറ്റ് കോഡൊന്നുമില്ല, ഇത് തന്നെയാണ് ചീറ്റ് കോഡ്. ഇനിയിപ്പോൾ നമ്മൾ 99 അടിക്കുകയാണെങ്കിൽ ഇതേ കണ്ടില്ലേ, വീണ്ടും മഴ പെയ്യും. രാത്രി സമയത്ത് മഴ പെയ്യും. രാത്രി പിന്നെ ഇടി വെട്ടണത് കാണാനായിട്ട് നൈസായിട്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു വട്ടം കൂടിയും 99 അടിക്കാം. അന്നേരം എല്ലാം പഴയ പോലെയാവും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരൊറ്റ ചീറ്റ് കോഡാ, അത് 99. അതിപ്പോൾ ഫോഗ് മോഡായാലും റെയിൻ മോഡായാലും നൈറ്റ് മോഡായാലും എല്ലാത്തിനും ഒരൊറ്റ ചീറ്റ് കോഡാ. പിന്നെ നമ്മുടെ RGS ടൂളില്ലേ, അതിലും ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്. നമുക്കിനി പുതിയ ബിൽഡിങ്സൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. B11 തൊട്ട് B25 വരെ പുതിയ ബിൽഡിങ്സ് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ B11 അടിച്ചു, അന്നേരം ഈ ഒരു ബിൽഡിങ് സ്പോണായി. അതേപോലെ തന്നെ B25 വരെ ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ B12 അടിച്ചു. B12 അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് സ്പോണാവും. ഇനിയിപ്പോൾ നമ്മൾ B25 അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ് സ്പോണാവുക. നമ്മുടെ വീടിൻ്റെ അപ്പുറത്ത് ഒരു വലിയ ബിൽഡിംഗ് ഇല്ലേ, ആ ബിൽഡിങ് സ്പോണാവും. ഇതിനു മുൻപ് ഇതേപോലത്തെ RGS ടൂളിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ പ്രോപ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുള്ള പുതിയ അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ ഇതിൽ ഞാൻ ഒന്നും വിട്ടുപോയില്ലെന്ന് വിചാരിക്കണു.